ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്തമാനങ്ങളൊക്കെ സുഖം തന്നെയല്ലേ? അപ്പോൾ ഇവിടെ കുഴപ്പമൊന്നുമില്ല കേട്ടോ, അങ്ങനെ പോകും. അപ്പം നേരം വെളുത്ത് നീച്ച് പണിയൊക്കെ ഒരുങ്ങി ചോറൊക്കെ വെച്ചു. പിന്നെന്താ പറയുക, രസം വെച്ചു. സോയാബീൻ ഇതാ അടുപ്പത്തോട്ടോ, സോയാബീൻ അല്ലെങ്കിൽ പപ്പടം. ഈ മീനില്ല കേട്ടോ കാക്കാക്ക്. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ. ഇതെന്താണെന്നറിയാം, ഇത് പച്ചരി, ഒരു ഗ്ലാസ് പച്ചരി, നമ്മളെ റേഷൻ കടയിലത്തെ പച്ചരി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു 4 മണിക്ക് ചായക്ക് കടി ഉണ്ടാക്കാൻ പറ്റാം. അപ്പോൾ അത് കഴിക്കണം. പിന്നെ അതിലേക്കുള്ളത് 2-3 ഏലക്കായ, ഇതിനുള്ളിൽ നല്ല ജീരകം, പിന്നെ അതിലേക്ക് ശർക്കര. അപ്പോൾ അതെന്താണെന്നറിയാം, ശർക്കര ചോറ് വെക്കാനോ 4 മണിക്ക് ശർക്കര ചോറ് വെറുതെ ചായക്ക് കടിക്കാതിട്ടോ. അപ്പോൾ അതിനൊരു ഗ്ലാസ് അരി എടുത്തിരുന്നു, അതൊന്ന് വേവിച്ചെടുത്ത് ശർക്കര ഉരുക്കിയിട്ട് എടുത്ത് പാരണം. പിന്നെ തേങ്ങ ചെറുകിടണം തേങ്ങ ചെറുകിടണം. അപ്പോൾ അതാണ് ഇത്രയും പണിയാണ്. ഇത് ഉണ്ടാക്കിയിട്ടൊന്ന് കാണിച്ചിരുന്നു കേട്ടോ. ഇത് കുക്കറിൽ 2-3 വിസിലിൻ്റെ അടിച്ചാൽ അതിൽ വേവില്ല, പച്ചരി ഉണ്ട്. അപ്പോൾ നല്ല നെല്ലിൻ്റെ ശർക്കര വെച്ചിട്ട് ശർക്കര വെള്ളം ഉരുക്കിയിട്ട് കുടിക്കുക. പിന്നെ അത് പൊടിച്ചിട്ട് പിന്നെ തേങ്ങ ചെറുകിടുക. അതാണ് കേട്ടോ പച്ചക്കര ചോറ്. അപ്പോൾ അതിനെ ഉണ്ടാക്കട്ടെ കേട്ടോ. 4 മണിക്കുള്ള ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ നമ്മളെ കുക്കർ തുറന്നു കേട്ടോ. അപ്പോൾ അതുണ്ട് നല്ല ചോറൊക്കെ അയക്കും. അപ്പോൾ എന്നിട്ട് നമ്മളെ കുക്കർ തുറന്ന് നോക്കുമ്പോൾ നല്ല വേവൊക്കെ ചെയ്തിരിക്കുന്നു കേട്ടോ. ചോറ് പച്ചരി ഉണ്ട്. അപ്പം ഞാൻ അതിലേക്ക് ശർക്കര വെള്ളമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒഴിക്കട്ടോ. ശർക്കര വെള്ളമൊക്കെ ഒഴിക്കും. ശർക്കര ഉരുക്കിയത് ഞാൻ എടുക്കാണ്ട് ഒഴിച്ചിട്ടു. പിന്നെ ഇത് നല്ല വെള്ളം പോലെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നാണ്ട് വറ്റി കിടന്നിട്ട് നല്ല രസമാണ് കേട്ടോ. തണുപ്പക്കര ചോറ് കിടന്നു. അപ്പം ഞാൻ അതിലേക്ക് പൊടിച്ച നമ്മളിതുണ്ടോ നല്ല ജീരകം ഏലക്കായും അപ്പം അതിട്ടിട്ട് ഒന്നുകൊണ്ട് ഇളക്കുക. അങ്ങനെ 4 മണിക്കായിട്ട് മക്കളൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ കൊടുക്കാൻ നല്ല ഇഷ്ടപ്പെടും. പായസമാക്കണവർക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാം. അപ്പം ഞാൻ അപ്പം ഇങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഇനി തേങ്ങ ഇടും. ഒരു മുറി തേങ്ങ ചെറുകിട്ടു കേട്ടോ. അപ്പം ഇതാണ് മക്കളെ ശർക്കര ചോറ്. ചിലവർ കഷ്ണാക്കിയിട്ട് കേട്ടോ തേങ്ങ. ഇതാണ് ശർക്കര ചോറ് എന്ന് പറയുന്ന സാധനം. പണ്ടൊക്കെ ഓരോന്ന് വെച്ച ചോറൊക്കെ അങ്ങനെ കിട്ടും. ഞങ്ങൾ ചക്കര ചോറ് പറയുക. ചിലയിടത്ത് നിന്ന് നേർച്ച ചോറൊക്കെ ചക്കര ചോറ് കിട്ടുക. പിന്നെ നമ്മൾ വരാത്തിനും ഇതിനൊക്കെ ഇങ്ങനെ ചീരയൊക്കെ പണ്ടുണ്ടാക്കും. ഇപ്പം ഒന്നും അങ്ങനെ അധികം ആരും ഉണ്ടാക്കില്ല. ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഇപ്പോഴും ചിലവരൊക്കെ ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല. അപ്പം ഞാൻ ലേശം തിന്നോക്കട്ടെ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. നല്ല മധുരമുണ്ട്. അപ്പം ഇങ്ങനെ 4 മണി ചായക്കൊക്കെ നിങ്ങളൊന്നാണ്ട് തിന്നോക്കി വെച്ചിട്ട് നല്ല രസമാണ് കേട്ടോ. അപ്പം നാളെ വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.